ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇതിനെ പെട്ടെന്ന് ഇന്നത്തെ സങ്കീർത്തനങ്ങൾ 147 നമ്മൾ വായിച്ചല്ലോ, പ്രിയ സഹോദരൻ വായിച്ചപ്പോൾ 9-ാമത്തെ വാക്യം, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്നുള്ളതല്ല, അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ദൈവം ആ സൃഷ്ടിതാവ് ഓരോ സൃഷ്ടിയുടെ മേലും എത്രമാത്രം കരുതൽ ഉണ്ട് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതതിൻ്റെ ആഹാരം അതിനെ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ കേട്ടല്ലോ, വലിയവന് കൂടെ തക്ക സമയത്ത് തൻ്റെ മക്കൾക്ക് അവൻ നൽകി കൊടുക്കുന്നതായ ആ കാര്യം, തക്ക സമയം വളരെ പ്രാധാന്യമാണ്. അത് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങളുടെ മേൽ നമുക്ക് വലിയവനായ ദൈവം തക്ക സമയത്ത് നൽകി തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനേക ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ ആ തക്ക സമയത്ത് അഭക്തരായ, പാപികളായ, ദോഷികളായ നമുക്ക് വേണ്ടി ആ കർത്താവ് ആ കാൽവരി ക്രൂശിൽ തക്ക സമയത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് കാണുവാൻ തൊക്കണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കതായ ആ ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് തക്ക സമയത്ത് നൽകി തരുന്നവനാണ്. അത് നമ്മുടെ ഭൗമിക ആവശ്യങ്ങളിലേക്കാൾ ഉപരിയായി ആ കാൽവരി ക്രൂശിലെ അഭക്തർക്ക് വേണ്ടി തക്ക സമയത്ത്, പാപികളായ നമുക്ക് വേണ്ടി ആ തക്ക സമയത്താണ് ആ കാൽവരി ക്രൂശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നും മറിച്ച് ഒന്നും പ്രത്യേകിച്ച് ഒരു വലിയ വിഷയം എടുത്ത് ചിന്തിപ്പാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും ആശ്വസിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായ, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതായ, നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി ചിന്തിപ്പിക്കുന്നതായ വാക്യങ്ങൾ ഒരു സങ്കീർത്തന ഭാഗത്ത് നിന്നാണ് വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ സജിത് സഹോദരന് സംസാരിച്ചതായ ആ സങ്കീർത്തനം 139-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് തിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ കൂടെ ഇരിക്കുക. ഈ സങ്കീർത്തനം നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊരു വലിയൊരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ അറിയാം, ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, ദൈവത്തിൻ്റെ സർവ്വ ആധിപത്യവും സർവ്വജ്ഞാനത്തെയും കുറിച്ചാണ് ഈ സങ്കീർത്തനം വിവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെ നമുക്ക് ഒരു 4 ഭാഗമായിട്ട് തിരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ പറയുന്നത്, പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവം. ആദ്യത്തെ 6 വാക്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവമാണ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ ലോർഡ് യു ഹാവ് സെർച്ച് മീ ആൻഡ് നോൺ മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സെർച്ച് ചെയ്തിട്ട് എന്നെ ശോധന ചെയ്തിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, നിന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓരോ ഭാഗങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അനേക ചിന്തകൾ, നമ്മോട് കാണിക്കുന്നതായ വലിയ നമ്മളെക്കുറിച്ചുള്ളതായ, നമ്മളെ പൂർണ്ണമായി അറിയുന്ന ദൈവം നമ്മളെക്കുറിച്ച് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താ? നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആ വിചാരങ്ങൾ, അവൻ വലിയ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് എൻ്റെ സന്നിധിയിൽ നമ്മൾ എത്ര ദൂരത്ത് നിന്ന് ചിന്തിച്ചാലും, അല്ലെ നമ്മൾ എവിടെ നിന്നാണ് ചിന്തിച്ചത്, നമ്മുടെ ഹൃദയത്തിലെ ആ ചിന്ത എന്നുള്ളത് കർത്താവ് ഗ്രഹിക്കുന്നവനാണ്. നമുക്കറിയാം, നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കുള്ളൂ, ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു, ഇല്ലേ? ഒരു അഹങ്കാരം പ്രവർത്തിക്കുന്ന, അല്ല ഗർവ മനസ്സുള്ളവൻ്റെ ആ മനസ്ഥിതി വലിയവനായ ദൂരെ നിന്ന് അറിയുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്,
നിന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മാനസിക മനസ്സിലുള്ള ആ ചിന്തകൾ, ആ വിചാരങ്ങൾ നമ്മൾ പറയുകയൊന്നും വേണ്ട, പക്ഷെ അതിനൊക്കെ മുമ്പേ എത്രയോ മുന്നമേ നീ അവിടുന്ന് ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനേക ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ അനേകം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പിതാക്കന്മാരെ കാണിച്ചു തന്നതായ ആ മാതൃകാ ജീവിതത്തിലൊക്കെ ആണെങ്കിലും അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തയാണ്. നിൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമുക്കറിയാം നിൻ്റെ നിരൂപണങ്ങൾ എന്താണ്, അത് എന്താണ് നിൻ്റെ നിരൂപണം, നിൻ്റെ ചിന്ത എന്താണ്, നിൻ്റെ വിചാരങ്ങൾ എന്താണ്, അത് നീ പറയുന്നതിനൊക്കെ ദൂരമേ ഗ്രഹിക്കുന്നവനാണ്. നമുക്കറിയാം ഒരു പക്ഷെങ്കിൽ ഞാൻ എൻ്റേതെന്നുള്ള ചില വാക്കുകൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരും, അത് ശ്രമിക്കണം. ഞാനും പറയട്ടെ, എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ പിള്ളേരെ കള്ളം പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ അറിയാം, നീ ഇന്നടുത്ത് പോയോ എന്ന് അറിയാം, പോയെന്നുള്ള കാര്യം അറിയാം, നീ പിന്നെ എടുത്ത് ചോദിക്കരുത് നീ അവിടെ പോയോ എന്ന്. ചിലപ്പോൾ ഒരു പക്ഷേ കള്ളം പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കള്ളം പറയാനുള്ള ഒരു ഇടം കൊടുക്കരുത് എന്നുള്ളതാണ്. അത് ഒരു മാനുഷികമായ അവർ ഗ്രഹിച്ചിരിക്കുന്ന ചിന്തയിൽ ഒരു പക്ഷേ അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് ആവുന്നിടത്തോളം കള്ളം പറയിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ കൂടിവരവുകളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് ആണ് ഞാനിത് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നീ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നീ എന്താണ് കോട്ടയം മീറ്റിങ്ങിന് വരാഞ്ഞത്, അല്ലെങ്കിൽ നീ എന്താണ് സഭായോഗത്തിന് വരാഞ്ഞ് ചോദിക്കുമ്പോൾ അവർ ഒരുപാട് എക്സ്ക്യൂസ് പറയും, അല്ലേ? ഒരുപാട് എക്സ്ക്യൂസ് പറയും. എന്നാൽ അവരുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല. ജോലികൾക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ വിവാഹത്തിന് അറ്റൻഡ് ചെയ്യുന്നതിനോ മറ്റ് ഏതെങ്കിലും ശുശ്രൂഷകൾക്ക് പോകുന്നതിനോ അവർക്ക് യാതൊരു തടസ്സവുമില്ല, ഒരു മടിയുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്ക്യൂസ് പറയാനുണ്ട്. അത് 6 ദിവസം വേലകളൊക്കെ വളരെ ഉത്സാഹത്തോട് ചെയ്തിട്ട് ഈ 1-ാം ദിവസം 7-ാം ദിവസം അല്ലെങ്കിൽ 1-ാം ദിവസം വന്നിട്ട് തളർന്നു കിടക്കുന്നതായ ഒരു സാഹചര്യമാണ് പലരിലും കാണുന്നത്. പക്ഷെ അല്ല, ഒരിക്കലും ദൈവം കാണുന്നത് നിൻ്റെ നിരൂപണങ്ങൾ വലിയവനായ ദൈവം അത് അറിയുന്നവനാണ്, അത് നന്നായി ഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ഒരു മറുമരുന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് മുതൽ ഈ ഒരാഴ്ചക്കാലം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, വലിയവനായ ദൈവമേ, എനിക്ക് ജീവൻ തരുന്നുവെങ്കിൽ, എൻ്റെ ഒരു അല്പമെങ്കിലും ശ്വാസം എനിക്ക് തരുന്നുവെങ്കിൽ എൻ്റെ കർത്താവിനെ ആരാധിപ്പാനായിട്ട് എനിക്ക് ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ വലിയവനായ ദൈവം നമുക്കത് അരുളി ചെയ്യും എന്നുള്ളതിന് 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം കർത്താവ് അതിന് യാതൊരു ഭംഗവും വരുത്തുകയില്ല എന്നറിയാം. എല്ലാ തടസ്സങ്ങളെയും, എല്ലാ ദീനങ്ങളെയും, എല്ലാ അസ്വസ്ഥതകളെയും വലിയവനായ ദൈവം അവിടെ നമ്മളപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് ഒരുപാട് പറയാറുണ്ട്, അല്ലേ? ഒരുപാട് എക്സ്ക്യൂസ് പറയാനുണ്ട്. ഓരോരുത്തരുടെ രോഗങ്ങളുടെയൊക്കെ ലിസ്റ്റുകൾ, വിവരങ്ങൾ അതൊക്കെ പറയാൻ വേണ്ടി എന്തുമാത്രം ഒരു സമയം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ദൈവം തന്ന നന്മയെ ഓർത്ത് നന്ദി പറയുവാനൊക്കെ വേണം വളരെ ചുരുക്കമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ പലപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാക്ഷ്യം പറയേണ്ടത്? സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് ആദ്യം നമ്മൾ സ്തോത്രത്തോടു കൂടി ആയിരിക്കണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ അത് സമർപ്പിക്കുക. ഇതാണ് ആദ്യം നമ്മൾ സ്തോത്രം ചെയ്യുക, ദൈവം ചെയ്ത നന്മയ്ക്ക് സ്തോത്രം ചെയ്യുക. പിന്നെ നിൻ്റെ ആവശ്യങ്ങൾ അത് പറയുവാണ്. അതെന്തിനാ ആവശ്യം, അത് സ്തോത്രത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ അനേക കാര്യങ്ങൾ, അനേക മിനിറ്റുകൾ, അനേക മണിക്കൂറുകൾ സാക്ഷ്യം പറഞ്ഞ് അവിടെ പോയ കാര്യവും ഇവിടെ പോയ കാര്യവും അവർ ചെയ്ത കാര്യവും ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നന്ദിയാണ് ആഗ്രഹിക്കുന്നത്. അത് ഈ ആരാധന സമയത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ബ്രെഡും വൈനും വെച്ചിരിക്കുന്ന ആ സമയമല്ല ആഗ്രഹിക്കുന്നത്. എല്ലാ സമയത്തും നമുക്ക് പറയാൻ, നമ്മൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് നന്ദിയുടെ സ്വരം തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ എന്നാണ് വചനത്തിൽ പറയുന്നത്. വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നത് ഏറെ ഉത്തമമെന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കൊടുക്കുക, അപ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമുക്ക് സമയം ലഭിക്കും, നമുക്ക് സമ്പത്ത് ലഭിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എനിക്ക് തരുന്നതായ അവസരങ്ങൾ എൻ്റെ ദൈവനാമമഹത്വത്തിനായി എൻ്റെ അന്ത്യശ്വാസം വരെയും എനിക്ക് ആവുന്നിടത്തോളം
ചെലവഴിക്കുവാനുള്ളതായ ആ കൃപ ലഭിക്കണമേ എന്നുള്ളതായ ആ പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, നിന്റെ നിരൂപണം ഞാൻ ദൂരത്ത്, നിന്റെ എന്ത് നിരൂപണമാണെങ്കിലും ഞാൻ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, അവിടത്തേക്ക് മറിഞ്ഞിരിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിന്റെ നിരൂപണം ഇല്ലേ? ഇന്നലെ നമ്മൾ ഒരു നമ്മുടെ നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ചിന്ത, ഇന്നലെ നമ്മൾ നെഹമ്യാവിൻ്റെ ആ പുസ്തകത്തിൽ നിന്ന്, ആ ബുക്കിൽ നിന്ന് പഠിക്കുമ്പോൾ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനമാണ് നമ്മൾ കേട്ടത്. അതായത് നെഹമ്യാവ് രാജാവിൻ്റെ മുമ്പിൽ അവൻ്റെ ആ മനസ്സിൻ്റെ ആ വ്യത, ആ ഒരു അവസ്ഥ അല്ലേ, അതാണ് പറഞ്ഞത്. ആ മനസ്സിൻ്റെ അവസ്ഥ, ആ ദുഃഖകരമായ ഒരു അവസ്ഥ ആ രാജാവ് കാണുമ്പോൾ അതെന്താണ് നിൻ്റെ അവസ്ഥയെന്ന് ചോദിച്ചറിയുവാനുള്ളതായ ഒരു മനസ്ഥിതി ആ രാജാവിനുണ്ടായി. എന്തുകൊണ്ടെന്നാൽ ഈ രാജാവോ ഇവിടുത്തെ ഈ സെർവൻ്റായിട്ട് നിൽക്കുന്ന ഈ നെഹമ്യാവോ ഒന്നും അവരുമായിട്ടുള്ള ആ റിലേഷനൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നീ ചെയ്യുന്ന ജോലിക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ അവിടെയും ആ കൊട്ടാരത്തിലും അവിടെയും ആ രാജസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിലെ ആ നിരൂപണം, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ മുഖത്തുണ്ടായിരിക്കുന്നതായ ആ എക്സ്പ്രഷന്, അല്ലെങ്കിൽ അവൻ എന്നത്തേലും കാണാത്ത ഒരു വിധത്തിൽ അവനായിരിക്കുമ്പോൾ അവൻ ചോദിച്ച് മനസ്സിലാക്കി എന്ന് കാണുവാൻ തൊക്കണം. അപ്പോൾ അവൻ്റെ ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ എത്രമാത്രം കരുതലോടുകൂടിയാണ് ആ രാജാവ് തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എല്ലാം ചെയ്തു. അവന് എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവന് സെക്യൂരിറ്റി വരെ കൊടുത്ത് അവനെ അവിടെ കൊണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്കും അനേക കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പാനുണ്ടായി. ഞാനൊരു 35 വർഷം ഒരു ബോസിൻ്റെ അണ്ടറിൽ തന്നെ ജോലി ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ വലിയ സമ്പന്നനോ അല്ലെങ്കിൽ ആ നിലയിലൊന്നും ആയി എന്നുള്ളതല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. നമുക്ക് ആ നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ദൈവം ഓരോ ഘട്ടങ്ങളിലും എടുത്ത് ഓരോ അന്യദേശത്ത് അന്യഭാഷക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ആ സ്വഭാവത്തിലും അല്ലെങ്കിൽ അവരുടെ രീതിയിലൊക്കെ വ്യത്യസ്തരായ ആളുടെ മുമ്പാകെ ഒരു കഴിഞ്ഞ 35 വർഷം നിന്ന് ജോലി ചെയ്തുന്ന അവസ്ഥയിൽ ഞാൻ ആലോചിച്ചപ്പോഴേ നമുക്കൊന്നിനും കുറവില്ലാതെ അത് ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തുണ്ട്. അനേക സമയങ്ങളിൽ നമുക്കൊരു യോഗം നടത്തുവാൻ വേണ്ടി വീട് ചോദിച്ചാൽ അവരുടെ വില്ലകൾ തുറന്നു തരുന്ന അവസരം, അതുപോലെ തന്നെ ഒരു സ്നാനം നടത്തണമെങ്കിൽ അവരുടെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് നൽകുന്ന അവസരങ്ങൾ, അല്ല ഇനി ആരെങ്കിലും ചിലർ കൂടുതൽ അധികമായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്പോർട്ടേഷനിൽ അവരുടെ വാഹനം തന്നെ വിട്ടു തന്ന് ഭരിക്കുന്ന ഞാൻ ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതല്ല, അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അനവധി അവരൊരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് നോ എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്ഥാനം അത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് നിലയിലെന്നുള്ളവരും അത് അവർക്കേ പറയുവാൻ തൊക്കെ സാധിക്കുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ വലിയവനായ ദൈവം അറിഞ്ഞ് വലിയവനായ ദൈവം വഴി നടത്തുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് എൻ്റെ എന്ന് പറയുന്നതല്ലേ, ക്ഷമിക്കണം. ഞാനിത് അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒന്നിനും ഒരു കുറവില്ലാതെ വലിയവനായ ദൈവം നടത്തി എന്നുള്ളതാണ്. ആരാധനയ്ക്ക് പോകുന്നതിന് ഒരു വിധത്തിലും തടസ്സം നിന്നിട്ടില്ല. ആ വ്യക്തിക്കറിയാം ഇന്ന സമയം അവനെ കിട്ടുകയില്ല. കാരണം അവരുടെ വർഷിപ്പ് ടൈമാണ്, അവരുടെ ചർച്ച് ടൈമാണ്, അവരുടെ കൂടിവരവാണ് എന്നറിയാൻ നോക്കണം. വീടുകളുടെ മുമ്പിൽ വണ്ടികൾ കൂടുതൽ കിടന്നാലും അവർക്ക് യാതൊരു വിഷയമില്ല. കാരണം അവർക്കറിയാം ഇന്നൊരു പ്രാർത്ഥനാ ദിനമാണ്, അവരുടെ ദൈവത്തെ ആരാധിക്കുന്നതാണ്. ആ ആളുകൾ, ഈജിപ്ഷ്യൻസ് പോലും വന്ന് സൂസനോട് പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് നന്മയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നമ്മുടെ ദൈവത്തെ അവർക്ക് വേണം. അവർ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ളത് അവർക്കും അറിയാൻ തൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അവർക്കും വലിയവനായ ദൈവം നമ്മളെ അറിയുന്നവനാണ് എന്ന് കാണുവാൻ തൊക്കണം. നമുക്കൊന്നിനും ആ നിലയിൽ മുടക്കം വരികയില്ല എന്നറിയുന്നു. നമ്മുടെ നിരൂപണങ്ങളെ ഒക്കെ ആ നിലയിൽ ശരിയാക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ വഴി നടത്തും എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, കർത്താവ് ശോധന ചെയ്യുന്നു എന്ന് കാണുവാൻ തൊക്കെ കാണുന്നുണ്ട്. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നമുക്കറിയാം, ആ ഒരു വാക്ക് പോലും
എൻ്റെ നാവിന്മേൽ ഇല്ല എന്നുള്ളത്. അതിന് വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എന്തോ ഒരു ധൈര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 19 വാക്യം നിന്ന് വായിച്ചു നോക്കിയാൽ അറിയാം, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു, രക്തപാതകന്മാരെ എന്നെ പോവിൻ. ഇവന്റെ രക്തത്തിന് വേണ്ടി രക്തദാഹികളായ അനേകരുടെ മധ്യത്തിലായിരിക്കുമ്പോഴാണ് താൻ പറഞ്ഞിരിക്കുന്നത്, നീ മുമ്പും പിമ്പും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ച്. എന്തൊരു ധൈര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മുമ്പും പിമ്പും. നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയൊരു പൈപ്പോ ഒരു കുഴൽ ഒരു തുരങ്കമോ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അതിൻ്റെ 2 അറ്റത്തും അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എത്രയോ ശരിയാണ് ഇല്ലേ? ഇതിനകത്തുണ്ടായിരുന്ന ശത്രു അവരെ ഒന്നും ചെയ്യുവാൻ തൊക്കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ വെളിയിൽ നിന്ന് ശത്രുക്കൾ അകത്ത് കിടക്കാനും സാധിക്കും. അത്രമാത്രം വളരെ സെക്യൂരിറ്റി, ഒരു ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്ത് അവനെ പരിപാലിക്കുന്നതായിട്ട് പാടുന്നുണ്ട്. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ. ഇതൊരു ധൈര്യമാണ്. അവൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളാണ് എൻ്റെ മേൽ വെച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. പറയണ 6-ാമത്തെ വാക്യം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാവുന്നു. അല്ലേ? ഈ പരിജ്ഞാനം അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയവനായ ദൈവത്തിൻ്റെ ആ കരുതലിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മോടുള്ളതായ അവൻ്റെ ആ ദയയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ളതായ ആ അവൻ്റെ അറിവിനെക്കുറിച്ച്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എനിക്കൊരു അത്യത്ഭുതമായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ, എനിക്കിപ്പോഴും അത് ഉന്നതമായി ഗ്രഹിച്ചുകൂടാതെ വണ്ണം അത് ഇന്നും ഉന്നതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ഉന്നതത്തിലേക്ക് നമ്മളെ കർത്താവ് സ്നേഹിച്ച, നമ്മളെ കർത്താവ് രക്ഷിച്ചതായ, നമ്മളെ അത്ഭുതമായി നടത്തിയതായ ആ വിധങ്ങൾ ഇന്നും അത് അത്യത്ഭുതം തന്നെ ആയിരിക്കുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ആയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ ദൈവത്തിന് നന്ദി, അത് നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. ഇതാണ് 1 മുതൽ 6-ാമത്തെ വാക്യം വരെ വായിച്ചത്. പൂർണ്ണമായി അറിയുന്നു, നമ്മളെ പൂർണ്ണമായിട്ട് അറിയുന്നു. നമുക്കൊന്നും ഒരു ചിന്തകളും വേണ്ട, നമ്മളെ പൂർണ്ണമായിട്ട് അറിയുന്നു. നമ്മുടെ ഏത് പ്രവൃത്തിയിലും, ഏത് വാക്കിലും, ഏത് ചിന്തയിലും, നമ്മൾ എവിടെയായിരുന്നാലും പൂർണ്ണമായിട്ട് അറിയാം. അവൻ്റെ മുമ്പിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നതായിട്ടില്ല, പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദൈവമുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും വായിക്കുന്നത് 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. അതിൻ്റെ നമുക്കറിയാം 12-ാമത്തെ വാക്യം വരെ അത് തന്നെയാണ് പറയുന്നത്. എപ്പോഴും നിന്നോട് കൂടെ ഉണ്ട് എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നു. ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ചില ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ക്വസ്റ്റ്യൻമാർക്കാണ് വന്നിരിക്കുന്നത്. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 2 കാര്യങ്ങൾ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അവന് ലഭിക്കുന്നതായ ഒരു ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും എന്നുള്ളതാണ്. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും എന്ന് കാണുന്നുണ്ട്. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ എന്ന് കാണുവാൻ തൊക്കെയാണ്. നമ്മുടെ കർത്താവ് നമ്മൾ തനിയെ അല്ല, ഒരിക്കലും നാം തനിയെ അല്ല എന്നുള്ളത് ഇവിടെ കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുമുണ്ട്, അവിടെയും നമ്മുടെ കർത്താവുണ്ട്. പാതാളത്തിൽ പോയാൽ എൻ്റെ കിടക്ക വിരിച്ച് അവിടെ നീ കിടക്ക വിരിച്ചാൽ അവിടെയും നീ ഉണ്ട്. ഒരു കാരണവശാലും നീ തനിയെ അല്ലെന്നുള്ള പറഞ്ഞാൽ, ഞാൻ ഉഷത്ത് ചിറക് ധരിച്ച് സമുദ്രത്തിൽ തട്ടി ചെന്നാൽ പാർത്താൽ അവിടെയും നിന്റെ കൈ ഉണ്ട്, നിന്റെ കൈ ഒന്ന് എന്നെ നടത്തുമെന്നാണ് പറയുന്നത്. നിന്റെ വലം കൈ എന്നെ പിടിക്കും എന്നുള്ളത് കാണുവാൻ തൊക്കെ സാധിക്കുന്നു. നമ്മൾ എവിടെ മാത്രമല്ല, അവിടുത്തെ വലങ്കൈ, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കും. നമ്മൾ ആ ഓരോ വാക്കുകൾ എടുത്ത് ഒന്ന് ചിന്തിച്ച് അത് വളരെ സൈലൻ്റായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മളെ വലിയവനായ ദൈവം
നമ്മൾ ദൈവം അവിടുത്തെ നമ്മളെ പൂർണ്ണമായി അറിയുന്ന ദൈവം ഏതെല്ലാം നിലയിലാണ് നടത്തുന്നത്. നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിൽ പോയാലും നമ്മളെ കൈവിടാത്തവന് ആണ് എന്ന് കാണുന്നു. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കുമെന്നാണ് പറഞ്ഞു. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ എന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെയാണ്, ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഞാൻ ഈയിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നത് ഇതാണ്, 1423, ഒരു ഇംഗ്ലീഷ് ഹിമ്മിൽ. ഒന്നും അറിയാവുന്നവരൊന്ന് പാടിയാൽ നല്ലതായിരിക്കും. 1423. അപ്പോട്ടെ എന്നത് ഇങ്ങനെ ഇരിക്കുന്നത്: ഫിയർ നോട്ട്, ഐ ആം വിത്ത് thee, blessed golden ray like a star of glory, lighting up my way through the clouds of midnight, this bright promise shone. അത് പറയുന്ന ഐ വിൽ നെവർ ലീവ് ദി, നെവർ വിൽ ലീവ് ദി എലോൺ എന്നാണ് പറയുക. നോ നെവർ എലോൺ, നോ നെവർ എലോൺ, he promised never to leave me, never to leave me alone. No, never alone, no, never alone, he promised me, never to leave me alone. അതിൻ്റെ സ്റ്റാൻസുകൾ പാടിയാൽ വളരെ മനോഹരമാണ്. നമുക്കറിയാം റോസാപ്പൂ അത് വാടിയാലും ലില്ലി പൂവിൻ്റെ അത് നഷ്ടപ്പെട്ടാലും നമുക്ക് ഭൂമിയിലെ എല്ലാം നഷ്ടപ്പെട്ടാൽ തന്നെയും വലിയവനായ ദൈവത്തിൻ്റെ അത് പ്രകാശിക്കുന്നതായിട്ട് അത് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. നമുക്കത് സമയത്തിൻ്റെ ലഭ്യതയെ രുചി പുറകാലെ പാടുവാൻ തൊക്കെ ആഗ്രഹിക്കുന്നു. വലിയവനായ ദൈവം നമ്മളെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നോ നെവർ എലോൺ, നോ നെവർ എലോൺ, ഹി പ്രോമിസ് നെവർ ടു ലീവ് മീ, നെവർ ടു ലീവ് മീ എലോൺ. ഒരിക്കലും വലിയവനായ ദൈവത്തിന് കൈവിടുക. നമുക്കറിയാം എബ്രായ ലേഖനത്തിലൊക്കെയും അതിൻ്റെ വാക്കുകളുണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുന്നു. ഇതിൽ കൂടെ എന്തല്ല വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും കൈവിടുകയില്ല, ഒരു കാരണവശാലും. ഇരുട്ടായാലും വെളിച്ചമായാലും ശത്രുവിൻ്റെ മുമ്പിലായാലും നിന്നെ കൈവിടുകയില്ല എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നീ കൂരിട്ടിൻ്റെ അവസ്ഥയിൽ കൂടെ പറയുമ്പോൾ നീ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൽ കൂടെ പ്രോമിസ് ലോകാവസാനത്തോളം, അതിൽ കൂടെ എന്തൊരു പ്രോമിസാണ് നമുക്ക് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ മക്കളെ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരെ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ധൈര്യപ്പെടുവാനും ആശ്വസിക്കുവാനുള്ളതായ ഏക വാക്യമാണ്. അതാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. ഇതിൽ കൂടെ എന്തൊരു വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടത്? ലോകാവസാനം വരെ, കർത്താവിൻ്റെ വരവ് വരെ, നമ്മളെ എടുക്കുന്ന ആ സമയം വരെ അവിടെ വരെ വലിയവനായ ദൈവം കൂടെ ഇരിക്കുന്നു. പിന്നത്തേതിൽ അവൻ വീണ്ടും നമ്മളെ അത് നടത്തുന്നവനാണ് എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. നമ്മൾ വിചാരിക്കും ഒരു പക്ഷെങ്കിൽ വലിയവനായ ദൈവം അത് ചിലപ്പോൾ നമുക്ക് പറയാൻ ഈ അറ്റത്ത് ചെന്ന് പാർത്താൽ ചിലപ്പോൾ ആ കൈ പിടിക്കുന്നത് ചിലപ്പോൾ അവന് കാണുവാനോ കേൾക്കുവാനോ അറിയത്തില്ല. ഇരുട്ടിൻ്റെ സമയത്ത് നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ എന്നറിയാൻ ചിലപ്പോൾ മൗനമായിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ചിലപ്പോൾ കാണാൻ തക്ക. യെശയ്യാ പ്രവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ 53 നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്യമാണല്ലോ. യെശയ്യാ 53 7 ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. 53 7 ഇങ്ങനെ വായിക്കുന്നു: തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. അവൻ വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കത്തിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. വായെ തുറക്കാതിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പിതാവ് കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ദൈവമേ
എന്നെ കൈവിട്ട് എന്തെന്ന്, എൻ്റെ ദൈവം എന്നെ കൈവിട്ടെന്ന് ഉറക്കാൻ വിളിക്കുമ്പോൾ പിതാവ് കൈവിട്ടു എന്നൊക്കെ പറയും, എന്നാലും വലിയവനായ ദൈവം കൂടെ ഉണ്ടായിരുന്നു. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടവനാണ്, തീർച്ചയായും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എത്രമാത്രം ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ തന്നെ പീഡിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. എന്നാൽ വലിയവനായ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. നമ്മളെ ഒരു നിലയിലും കൈവിടാത്തവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് അറിയുവാൻ തൊക്കെ സാധിക്കുന്നു. ഇവിടെ പറയുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ, ഇരുട്ട് എന്നെ മൂടിക്കട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലെ നിനക്ക് മറവായിരിക്കുകയല്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നമുക്ക് ഈ ലോകത്തിലെ ഏതെല്ലാം നിലയിലെ കഷ്ടപ്പാടുകളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും അതൊന്നും കാര്യമില്ല. അത് നമുക്കറിയാം. ഇരുട്ടിൻ്റെ അവസ്ഥയിൽ പോകുമ്പോൾ നിനക്ക് ഈ വെളിച്ചവും ഈ ഇരുട്ടും പകലുമായിട്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. നിനക്ക് എപ്പോഴും വെളിച്ചം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, അടുത്തത് നോക്കുമ്പോൾ 13 മുതലുള്ള വായിക്കുമ്പോൾ ദൈവം നമ്മളെ ഉദ്ദേശത്തോടു കൂടെ സൃഷ്ടിച്ചു എന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നു. നമ്മളെ സൃഷ്ടിച്ചത് ഒരു പർപ്പസുമില്ലാതെ അല്ല, അവൻ്റെ ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് സൃഷ്ടിച്ചതെന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട്. എന്നെ ഒരുപാട് വിവരണത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീയല്ലോ, അവൻ നല്ലോണം അറിയുന്നൊരു കാര്യം, നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് കാണുവാൻ തൊക്കെ സാധിക്കും. ആ പറഞ്ഞ അവൻ എന്നെ മെടഞ്ഞു, എന്നെ ഫോം ചെയ്തത് കർത്താവാണ്, എന്നെ മെടഞ്ഞു എന്ന് കാണുന്നത്. നമുക്കറിയാം ഇത് അത്ര ഒരു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. നല്ലൊരു ഭാഷയാണ് നമ്മുടെ മെടയുക എന്നുള്ളത്, അല്ലെങ്കിൽ നെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. മെടഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് ഓലപ്പുര ഉള്ള സമയത്തും ഒക്കെ ഓല മെടയുന്നതായ ഒരവസ്ഥ നമ്മളത് കണ്ടിട്ടുണ്ട്. പല ആൾക്കാർ ഇപ്പോഴും കാണാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ പണ്ട് ഉള്ളവർക്കൊക്കെ അറിയാം. ആ ഓല നമുക്കറിയാം, അത് ഓല എടുത്തിട്ട് അവരത് ഇരുന്നിട്ട് അതിൻ്റെ ഓരോ ലീഫും എടുത്തിട്ട് അത് മടക്കി ഇങ്ങനെ ചേർത്ത് ഇട്ടിട്ട് അതിൻ്റെ ഇഴകൾ ഒക്കെ അടുപ്പിക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു തൂപ്പൊക്കെ തൂത്തെങ്കിൽ മാത്രമേ അത് ഫോം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആകത്തുള്ളൂ എന്ന് കാണുവാൻ നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തറിയാമോ, നമ്മുടെ ആ സൃഷ്ടാവിൻ്റെ ആ ഒരു കരമുണ്ടല്ലോ, ആ കരസ്പർശം അത് ഉണ്ട്, നമ്മുടെ സൃഷ്ടിമേലുണ്ട് എന്നുള്ളതാണ്. അവൻ്റെ കരമാണ് നമ്മളെ സൃഷ്ടിച്ചത്. കാരണം അറിയാം, നെയ്ത്തുകാർ നമുക്കറിയാം, നെയ്ത്ത് ഈ കാലത്ത് നെയ്തല്ല. ഡോക്ടർ യശോദൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ നെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ അറിയത്തില്ല, സമയമുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു നെയ്ത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഓരോ ഡോട്ടും നമ്മുടെ കണ്ണ് നമ്മൾ അതിലുണ്ടായിരിക്കണം, നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മളെ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നെയ്യാടും. അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ ഡോട്ടയിലും അല്ലെങ്കിൽ ഓരോ കുത്തുമ്പോഴും നമുക്ക് അതിൻ്റെ മേൽ നമ്മുടെ ആ ഒരു നോട്ടം ഉണ്ടായിരിക്കണം, ഒരു കരുതലുണ്ട്. എങ്കിൽ മാത്രമേ ആ ഉദ്ദേശിക്കുന്ന രീതിയിലാവുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് നമ്മളെ സ്പർശിച്ചത്. നമ്മുടെ കർത്താവ് നമ്മളെ സൃഷ്ടിച്ച എങ്ങനെയാണ്? അവൻ്റെ കരങ്ങൾ കൊണ്ട്. അവൻ എന്നെ മെടഞ്ഞു എന്ന് കാണുന്നുണ്ട്. ഇനി അതിന് വേറൊരു അർത്ഥം നോക്കുക, നമ്മളെ ഫോം ചെയ്തത് നമ്മുടെ കർത്താവ് ആ നിലയിലാണ്. നമ്മുടെ കരത്തിൻ്റെ അവൻ്റെ കരങ്ങളാണ് നമ്മളെ നിർമ്മിച്ചത് എന്നുള്ളത് കാണുവാൻ തൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, അത് ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം. വീണ്ടും ഈ വലിയവനായ ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രവൃത്തിയെ ഓർത്തപ്പോൾ വീണ്ടും അത് സ്തോത്രം ചെയ്യുകയാണ്. ഇവൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുക, വീണ്ടും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഒരു ട്രെയിൻ യാത്രയിൽ ഒരു വല്യപ്പച്ചന് ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇങ്ങനെ സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെല്ലാം വായിച്ചിട്ട് സ്തോത്രം ഇടയ്ക്ക് പറയാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും, അച്ഛൻ എന്ത് വായിച്ചിട്ടാണ് ഈ സ്തോത്രം പറയുന്നത്, വ്യവസായം വായിച്ച സ്തോത്രം എന്നും പറഞ്ഞുകൊണ്ടല്ലോ. പുള്ളി അവരുടെ കയ്യിലിരുന്ന ഒരു ഹിസ്റ്ററിയുടെ ബുക്ക് ഉണ്ട് അപ്പച്ചൻ്റെ കൂടെ. അപ്പച്ചൻ ഇത് വായിച്ചോട്ടെന്ന് പറഞ്ഞു. അപ്പച്ചൻ ഇത് വായിച്ച് പറഞ്ഞു ഇത് പറഞ്ഞു ഈ പസഫിക് സമുദ്രത്തിൻ്റെ ആഴം ഇത്ര കിലോമീറ്ററാണെന്ന് വായിച്ചപ്പോൾ അവിടെ എഴുന്നേറ്റ്
സ്തോത്രം എന്ന് പറഞ്ഞാൽ അല്ലേലും നമ്മുടെ ഒറ്റ ശബ്ദമാണ് പറയുന്നത്. കാരണം എന്നറിയാമോ, അയ്യോ എൻ്റെ ദൈവം എൻ്റെ പാപത്തെ എന്തുമാത്രം ആഴത്തിലാണ് ഇട്ടിരിക്കുന്നത്, അതിനി പൊങ്ങി വരാതെ വേണം അത്രമാത്രം ഇരിക്കുന്നത്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന് സ്തോത്രം പറയാനുണ്ട്. കാരണം ആ എന്ത് വായിച്ച് ഇവിടെ സങ്കീർത്തനം ഞാൻ വായിച്ചപ്പോഴും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതാണ്. ഇവിടെയും പറയുന്നത്, എന്നെ ഈ പറഞ്ഞിരിക്കുന്നത് എന്നെ ഭയങ്കരവും അതിശയമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്നാണ്, പിന്നെയും സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ദൈവത്തിൻ്റെ നമുക്ക് ഓരോ ജീവിതത്തിൽ അനേക നിലയിൽ സ്തോത്രം ചെയ്യുക എന്നുള്ളത്. എം എ ചെറിയ സാറിൻ്റെ വൈഫിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എം എ ചെറിയ സാറിനേക്കാൾ ഇച്ചിരി ഹൈറ്റ് ഉള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ അന്നത്തെ വീടിൻ്റെ ഈ ഇറങ്ങുന്ന ആ വഴി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കിളന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഈ തല പോയി ഇതിലിടിക്കുമെന്നാണ് പറയുന്നത്. അതായി ഇറങ്ങി അപ്പോഴെപ്പോഴും പറയുന്നത് സ്തോത്രമാണ് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും സ്തോത്രം പറഞ്ഞേ, തല നൊന്താലും പറയും ദൈവമേ സ്തോത്രം എന്ന് പറയും. അപ്പോൾ എപ്പോഴും സ്തോത്രം പറയുന്നതായ ഒരു അനുഭവമാണ് ഒരു ദൈവം. ഏത് സംഭവിച്ചാലും സ്തോത്രം പറയുന്നതായ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്ഭുതമായി എൻ്റെ ഉള്ളം, അതെ നീ എനിക്ക് സ്തോത്രം, നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാവുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എൻ്റെ ഉള്ളെന്നാൽ ഇതൊക്കെ ചിലപ്പോൾ അറിയാനുള്ളതായ ഒരു നമ്മളത് മെനക്കെടാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സങ്കീർത്തനം വായിച്ച് നമ്മൾ എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് അറിയാനുള്ളതായ ഒരു ആഗ്രഹത്തോടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ നിറയാതിരിക്കുകയില്ല, നമ്മുടെ ഹൃദയം തരാതിരിക്കുക. കാരണം അത്രമാത്രം നന്മകളാണ്, അത്രമാത്രം ഉപകാരങ്ങളാണ്, അത്രമാത്രം ഞാൻ പറഞ്ഞു നമ്മളിന്ന് ചുമ്മാതെ ദൈവത്തിൻ്റെ പ്ലാൻ ഇല്ലാതെ അങ്ങനെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ട് ചുമ്മാതെ ഉള്ള ഒരു നടക്കുന്നതായ ഒരു ആടിനെ പോലുള്ള ഒരു ജീവിതമൊന്നും അല്ല നമ്മുടെ അലഞ്ഞിരിഞ്ഞൊക്കെ ജീവിതമല്ല. വലിയ ദൈവം എത്ര കരുതലോടുകൂടിയാണ് നമ്മളെ കാക്കുകയും പരിപാലിക്കും. അപ്പോൾ നമുക്ക് നന്ദി കരയറ്റായിരിക്കാൻ സാധിക്കുകയില്ല, സ്തോത്രം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ചിലർ എത്ര കൊണ്ടാലും പഠിക്കുകയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര ആയാലും ഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ ആ പരിപാലനം, ദൈവത്തിൻ്റെ നമ്മളെ നടത്തുന്ന വിധം, നമ്മളെ സൃഷ്ടിച്ച വിധമൊക്കെ ആ ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മളിൽ നിലനിൽക്കുന്നതെന്ന് ഓർക്കുമ്പോഴേ ദൈവത്തിന് സ്തോത്രം ചെയ്യാനിരിക്കാൻ പാടില്ല. എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിന്റെ കണ്ണ് നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായത്, അവയുടെ ആകത്തുകയും എത്ര വലിയത്. വേറെ അതിനപ്പുറത്ത് ഒരു വാക്ക് എനിക്ക് ഇനി എങ്ങനെ പറയാൻ സാധിക്കും? ആ ദൈവത്തിന് എങ്ങനെ അവനെ എക്സ്പ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ, ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായത്, അവയുടെ ആകത്തുകയും എത്ര വലിയത്. വേറെ അതിനിടയ്ക്ക് ഒന്നും പറയുവാനില്ല. അത്രമാത്രം ശക്തമായിട്ടുള്ളതായ തൻ്റെ ഹൃദയത്തിലെ വാക്കുകൾ കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് കാണുവാൻ തോന്നും. തൻ്റെ ഉള്ളത്തിൽ നിന്ന വാക്കാണ് അത്. ശക്തിപ്പെടുത്തുക അല്ലെ ഏതെങ്കിലും കനമേറിയ വാചകം തിരക്കി പോവുക എന്നുള്ളതല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായ ആ വാക്കാണ്. ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായത്, അവയുടെ ആകത്തുക എത്ര വലിയത്, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. അറിയാം, നമുക്കിനി അതിന് അപ്പുറത്തൊന്നും പറയുവാൻ തക്കവണ്ണം സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നമ്മൾ 19 വായിച്ചതാണ്. ഇനി നമുക്ക് അവസാനത്തെ ആ ഒരു വാക്യത്തിലേക്ക് വരാം. എന്നെ പരിശോധന, ഒരു ആത്മപരിശോധന ഇവിടെ ഒരു പ്രാർത്ഥനയാണ്. അവസാനം വരുമ്പോൾ തൻ്റെ ആത്മപരിശോധന, ഒരു പ്രാർത്ഥനയാണ് കാണുന്നത്. ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ സേർച്ച്ഡ് എന്നാണ് പറഞ്ഞത്, ഇവിടെ വീണ്ടും പറയുകയാണ് സേർച്ച് എന്ന് പറയാം. നേരത്തെ നീ എന്നെ ശോധന ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഇവിടെ പറയുന്നത്, എൻ്റെ ദൈവമേ എന്നെ ശോധന ചെയ്യണമേ, എന്നെ ഒന്ന് പരീക്ഷിക്കണമേ, എന്നെ ഒന്ന് അറിയണമേ. ആ ദൈവമുമ്പാകെ വീണ്ടും അവൻ താണു വന്നിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ ഒന്നുകൂടെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. അവസാനം പറയുകയാണ്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ. വ്യസനത്തിനുള്ളതായ മാർഗം എന്തിനാണ്? ആരാണ് വ്യസനിക്കുന്നത്? ആരാ? നാം തെറ്റ് ചെയ്യുമ്പോൾ
നാം പ്രതികൂല സാഹചര്യം കടന്നു പോകുമ്പോൾ ആ വ്യസനം ഉണ്ടാകുന്ന ആർക്കാ? നമ്മുടെ സൃഷ്ടാവിനാണ്, നമ്മുടെ പിതാവിനാണ്. നിന്നെ ഞാൻ ആ നിലയിൽ വല്ലവും വ്യസനിപ്പിച്ചിട്ടുണ്ടോ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങയുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് വ്യസനത്തിലുള്ള മാർഗം എന്നെ നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ള, അങ്ങ് വിഷമിക്കുന്നതിന് വേണ്ടി, അങ്ങ് എന്നെക്കുറിച്ച് എന്തെങ്കിലും ദുഃഖിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും എന്നിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ച്, ഒന്ന് ശുദ്ധീകരിച്ച് എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരനോട് ഈ ഭാഗങ്ങൾ നമ്മളെ ഓർപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാനുള്ളതായ ഏക കാര്യം ഇത് തന്നെയാണ്. പൂർണ്ണമായി അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്, എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉദ്ദേശത്തോടു കൂടെ നമ്മളെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടെ നമ്മളെ സൃഷ്ടിച്ചതാണ്. അതുമല്ല പൂർണ്ണ ഒരു ആത്മ പരിശോധന നടത്തുന്നതായ ഒരു പ്രാർത്ഥന, എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ഞാൻ ഏതുമില്ല വലിയവനായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും അങ്ങേക്ക് ഹിതമല്ലാത്തത് ഉണ്ടെങ്കിൽ അതൊന്ന് ശോധന ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ എന്നെ പരിഹരിക്കണമേ, എന്നെ എന്നെ ആ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. വലിയവനായ ദൈവം നമുക്ക് ഇങ്ങനെ ഈ ചെറിയ വിഷയവുമായിട്ട്, ഈ ചെറിയ ചിന്തയുമായിട്ട് ആയിരിക്കാൻ എനിക്ക് അവിടുന്ന് അനുവദിച്ചു. നമുക്കത് കേട്ട വചനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.